സുബ്രഹ്മണ്യ സ്വാമിക്ക് ഹരഹരോ ഹരഹര. സ്കന്ദഷഷ്ടി കവചത്തിന്റെ ആദ്യത്തെ കുറച്ച് ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാപ്പ്, കുരൽ, വെൺപ എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ടല്ലോ. അതിന്റെ അർത്ഥം എന്താണെന്നാണ് ഞാനിപ്പം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതാദ്യം ഞാനൊന്ന് ജപിക്കാം. തുതിപ്പോർക്ക് വൽവിനി പോൽ തുമ്പമ്പോ നെഞ്ചിൽ പതിപ്പോർക്ക് ശെൽവം പലിത്തു കതിത്തോങ്കും നിഷ്ഠയും കൈകൂടും നിമലരരുൾ കന്ദർഷഷ്ടി കവചം തനേ അമരരിടർ തീര അമരം പുരിന്ത കുമരനടി നെഞ്ചേ കുറി. ദേവരായ സ്വാമികളായ സ്കന്ദഷഷ്ടി കവചം രചിച്ചത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഭഗവാനെ സ്തുതിക്കുന്നവർക്ക് അവരുടെ മുജ്ജന്മ പാപങ്ങൾ പോലും ഇല്ലാതാകുന്നു, നമ്മുടെ ദുഃഖങ്ങൾ ഇല്ലാതാകുന്നു, കഷ്ടതകൾ ഇല്ലാതാകുന്നു. ഭഗവാനെ നെഞ്ചിൽ പതിക്കുന്നവർക്ക് എല്ലാ ഭൗതികമായ ഐശ്വര്യങ്ങളും ഇരട്ടിയാകുന്നു. നമ്മൾ എന്തൊക്കെയാണ് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളത്? സ്തുതികളിലൂടെയും സ്തോത്രങ്ങളിലൂടെയും. അതിൻ്റെയൊക്കെ ഫലം ഇരട്ടിയാകുന്നു. പരമശിവന്റെ അനുഗ്രഹം ലഭിച്ച അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇതൊക്കെ ലഭിക്കുന്നത് സ്കന്ദഷഷ്ടി കവചം ജപിക്കുന്നതിലൂടെയാണ്. ഇതിനാൽ ഇത് ജപിക്കുന്നതിലൂടെ ഇതെല്ലാം നമുക്ക് ലഭിക്കും. ഭഗവാനെ ഭജിക്കുന്നതിലൂടെ സമ്പത്ത് കൂടി വരുന്നു, എല്ലാം സഫലമാകുന്നു എന്നാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നു, സംരക്ഷണം. ഭഗവാൻ മുരുകൻ ദേവസേനാപതിയാണ്. യുദ്ധം ചെയ്ത കുമാരന്റെ പാദം അതിൽ മനസ്സർപ്പിച്ച് വേണം സ്കന്ദഷഷ്ടി കവചം ജപിക്കാൻ. ഭഗവാന്റെ പാദങ്ങളിൽ നമ്മുടെ മനസ്സർപ്പിച്ച് വേണം സ്കന്ദഷഷ്ടി കവചം ജപിക്കാൻ. അതിലൂടെ കൂടിയാണ് നമുക്ക് ഈ ഫലങ്ങളെല്ലാം തരുന്നതെന്നാണ് ആദ്യത്തെ ഒരു ഭാഗം അദ്ദേഹം പറയുന്നത്. അപ്പം എല്ലാവരും സ്കന്ദഷഷ്ടി കവചം ജപിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കും. നന്ദി.